ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ നാത്തൂമാർ എത്തിയിട്ടുള്ളത്. നല്ല മൊരിഞ്ഞ ഹോട്ടൽ സ്റ്റൈൽ ഉഴുന്നുവട. ഇത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലും ആര്യാസിലും ഒക്കെ കിട്ടുന്ന നല്ല ചൂട് ഉഴുന്നുവട ഉണ്ടല്ലോ, അതേപോലത്തെ അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കിടിലൻ ഉഴുന്നുവട റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മളിവിടെ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉഴുന്നാണ്. ഇതിലേക്ക് നമ്മളൊരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 1-2 ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുള്ളൂ. ഇത് ഒത്തിരി അങ്ങ് നീണ്ടു പോരുത്. നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം. ആദ്യം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കും. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതൊരു 15 മിനിറ്റ് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി തിളച്ച എണ്ണയിലേക്ക് ഉഴുന്നുവട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് കൈ ആദ്യം ഒന്ന് നനച്ചതിന് ശേഷം മാവ് ഓരോന്നും ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉഴുന്നുവട ഇട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഉഴുന്നുവട നല്ലപോലെ എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊട്ടി നോക്കുമ്പോഴേ അറിയാം, നല്ല ക്രിസ്പി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി ഈ ഉഴുന്നുവട എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്, അകത്താണെങ്കിൽ നല്ല സോഫ്റ്റും. ഒരു തേങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ നല്ല കിടു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.